മണാശ്ശേരി ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ എം.എൽ.എ. സി.കെ. കാസിമിന്റെ വാഹനം കുടുങ്ങി. എം.എൽ.എ. ഇറങ്ങി നേരിട്ട് വന്ന് ഗതാഗതം നിയന്ത്രിച്ചു. പിന്നാലെ നാളോളം പോലീസുകാരും എത്തി ഗതാഗതം നിയന്ത്രിച്ചു. മണാശ്ശേരി അങ്ങാടിയിൽ രാവിലെയും വൈകുന്നേരവും ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി യാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാഴ്ത്തുന്ന പതിവ് കാഴ്ചയാണ്. മുക്കം ഭാഗത്തുനിന്നും കോഴിക്കോട് ഭാഗത്തുനിന്നുമുള്ള ബസ്സുകൾക്ക് മുഖാമുഖം ബസ് കാത്തിരിപ്പ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നതാണ് പ്രധാനമായും ഗതാഗതക്കുരുക്കിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 4 ഭാഗങ്ങളിലേക്ക് നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന അങ്ങാടിയാണ് മണാശ്ശേരി. സമീപത്തെ നിരവധി സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി നിരവധി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന മുഖ്യമായ കേന്ദ്രവും കൂടിയാണ് മണാശ്ശേരി നഗരം. ചെറുതും വലുതുമായ വാഹനങ്ങൾ ഒരേ സമയം മുഖാമുഖം ബസ് സ്റ്റോപ്പുകളിലെത്തുമ്പോൾ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നു. ഇതോടെ 4 ദിശകളിലേക്ക് സഞ്ചരിക്കേണ്ട വാഹനങ്ങൾക്ക് കടന്നു പോകാനാതെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലയുകയാണ്. യാത്രക്കാർക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും ഇതുമൂലം വലിയ പ്രയാസമാണ് നേരിടുന്നത്. അതേസമയം സമീപത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി, മുക്കം നഗരത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് അത്യാഹിത വിഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രോഗികൾ പോലും മണാശ്ശേരി അങ്ങാടിയിലെ ഗതാഗതക്കുരുക്കിലകപ്പെട്ട് കഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കുണ്ടായ ഗതാഗതക്കുരുക്കിൽ തിരുവമ്പാടി എം.എൽ.എ. സി.കെ. കാസിമിന്റെ വാഹനവും കുടുങ്ങി. പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കേണ്ട എം.എൽ.എ. ഏറെ നേരം കാത്തുനിന്നിട്ടും ഗതാഗതം സാധാരണ നിലയിലാകാത്തതിനെ തുടർന്ന് എം.എൽ.എ. വാഹനത്തിൽ നിന്നിറങ്ങി നേരിട്ട് ഗതാഗതം നിയന്ത്രിക്കാൻ രംഗത്തിറങ്ങിയത്. പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹനഗതാഗതം ക്രമീകരിച്ച് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. മണാശ്ശേരിയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ ബസ് സ്റ്റോപ്പുകളുടെ പുനഃക്രമീകരണവും ആവശ്യമായ ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങളും അടിയന്തരമായി ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ മണാശ്ശേരി അങ്ങാടിയിൽ നിന്ന് അല്പം മുന്നോട്ടേക്ക് മാറ്റുക, മുക്കം ഭാഗത്തേക്കുള്ള സ്റ്റോപ്പ് നിലവിലുള്ള ഭാഗത്ത് നിർത്തിയാൽ ഗതാഗതക്കുരുക്കിന് അല്പമെങ്കിലും ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.